ചിട്ടയായി നല്ലൊരു വിഷുക്കണി ഒരുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പീഠത്തിൽ മഞ്ഞപ്പട്ട് വിരിച്ച് അതിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുക. പിന്നീട് ഭഗവാന്റെ വിഗ്രഹത്തിൽ മുല്ലപ്പൂ മാലയോ തുളസി മാലയോ ചാർത്താവുന്നതാണ്. വെള്ളോട്ട് ഉരുളിയിലാണ് വിഷുക്കണി ഒരുക്കേണ്ടത്. ഇനി ഉരുളി ഇല്ലാത്തവർ ബ്രാസിന്റെ തട്ടത്തിലും വിഷുക്കണി ഒരുക്കാവുന്നതാണ്. ആദ്യം തന്നെ ഓട്ടുരുളിയിൽ പകുതിയോളം ഉണക്കലരി നിറയ്ക്കുക. പിന്നീട് സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി, ചക്ക, മാങ്ങ, കദളിപ്പഴം ഇത്രയും വസ്തുക്കൾ വിഷുക്കണി ഒരുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടവയാണ്. ഇതുകൂടാതെ നിങ്ങൾക്കിഷ്ടമുള്ള പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും വെക്കാവുന്നതാണ്. ചക്ക ഗണപതിക്കും മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയപ്പെട്ടതാണ്. ഓട്ടുരുളി പ്രപഞ്ചത്തിന്റെ പ്രതീകമായിട്ടാണ് സങ്കല്പം. കണിവെള്ളരി മഹാവിഷ്ണുവിന്റെ മുഖവും കൊന്നപ്പൂക്കൾ കിരീടവും വാൽക്കണ്ണാടി മനസ്സും എന്നാണ് സങ്കല്പം. പഴങ്ങളും പച്ചക്കറികളും വെച്ചതിന് ശേഷം നാളികേരമുറി വെക്കാവുന്നതാണ്. പിന്നീട് തിരുവുടയാടയും വാൽക്കണ്ണാടിയും വെക്കുക. നാളികേരമുറിയിൽ നാണയത്തുട്ടുകൾ വെക്കുക. പിന്നീട് കണിക്കൊന്നപ്പൂക്കൾ വെക്കാവുന്നതാണ്. ഒരു തട്ടത്തിൽ ഗ്രന്ഥം, കോടിമുണ്ട്, വെറ്റില, അടയ്ക്ക, കുങ്കുമച്ചെപ്പ്, കൺമഷി, സ്വർണം, അതിനോടൊപ്പം രൂപയും നാണയത്തുട്ടുകളും വെക്കാവുന്നതാണ്. പിന്നീട് ഒരു പറയിൽ നെല്ല് വെക്കാവുന്നതാണ്. ഇത്രയുമായാൽ 5 തിരിയിട്ട നിലവിളക്കും തയ്യാറാക്കി വെക്കുക. പിന്നീട് കിണ്ടിയിൽ വെള്ളം നിറച്ച് വെളുത്ത പൂക്കളിട്ട് വെക്കാവുന്നതാണ്. അതിനുശേഷം കൊടിവിളക്കും തയ്യാറാക്കി വെക്കുക. കണി കാണുമ്പോൾ ജീവന്റെ ആധാരമായ ജലം കണ്ണിൽ തൊട്ടതിന് ശേഷമാണ് വിഷുക്കണി കാണേണ്ടത്. വിഷുദിനത്തിൽ നിലവിളക്കിന്റെ സ്വർണ്ണ വെളിച്ചത്തിൽ ഉണ്ണിക്കണ്ണനെയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണി കണ്ടുണരുമ്പോൾ വരുന്ന ഒരു വർഷക്കാലം അതിന്റെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിലനിൽക്കുന്നതാണ്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് വിഷുദിന ആശംസകൾ.